പുരുഷന്മാർക്കൊരു സന്തോഷ വാർത്ത നമ്മുടെ രാഹുൽ ഈശ്വർ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങളിലെ ആദ്യ പുരുഷ കമ്മീഷൻ ബില്ലാണ്. നിങ്ങൾക്കിത് അടുത്തു നിന്ന് കാണാമെങ്കിൽ ഈ പുരുഷ കമ്മീഷൻ ബില്ല് 2025 കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി MLA നോട്ടീസ് നൽകിയത്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അത്യപൂർവങ്ങളായ കാര്യങ്ങളിലൊന്നാണ് ഈ മെൻസ് കമ്മീഷൻ ബിൽ. പുരുഷ കമ്മീഷന് വേണ്ടി, പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹത്തരമായ ഒരു ആശയം. മറ്റന്നാൾ, അതായത് 21-ാം തീയതി വെള്ളിയാഴ്ച ഈ ബിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുമതിയും നൽകിയിരുന്നു. പക്ഷേ ബില്ലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അതുണ്ടാക്കാൻ സാധ്യതയുള്ള സംവാദങ്ങളെയും വിവാദങ്ങളെയും മനസ്സിലാക്കി ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സർവാദരണീയനായ ശ്രീ VD സതീശൻ അവർ കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി ബില്ല് പാർട്ടിക്ക് സമർപ്പിക്കണമെന്ന് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ അടുത്തെത്തി എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ചരിത്രപരമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇത്രയധികം നിയമങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ പുരുഷന്മാർക്കായി ഒരു സമർപ്പിത കമ്മീഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലിംഗനീതിയെക്കുറിച്ചുള്ള മുഖ്യധാര ചർച്ചകളിൽ അപൂർവമായി ഇടം കണ്ടെത്തുന്ന ഒരു ചോദ്യമാണിത്. ഇന്ത്യയിൽ ഞങ്ങൾക്ക് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശയങ്ങൾ ഉയർന്ന തലത്തിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. എന്നാൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തെറ്റായ ആരോപണങ്ങൾ, മാനസികാരോഗ്യ പോരാട്ടങ്ങൾ, ജോലിസ്ഥലത്തെ വിവേചനം, ഗാർഹിക പീഡനം, അവരുടെ ആശങ്കകൾ കേൾക്കാൻ ഒരു സമർപ്പിത സർക്കാർ സംവിധാനമില്ല. പുരുഷന്മാരും നിയമപരവും സാമൂഹികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. എന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തള്ളിക്കളയുകയോ താഴ്ത്തിക്കെട്ടുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു. സമത്വം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് പുരുഷന്മാർക്ക് ഒരു ദേശീയ കമ്മീഷൻ കൂടി ഉണ്ടാകേണ്ടതല്ലേ? നീതി എല്ലാവർക്കും തുല്യമാണെന്ന് ഉറപ്പാക്കേണ്ടതല്ലേ? ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു പുരുഷൻ കമ്മീഷൻ ആവശ്യമായി വരുന്നത് എന്ന് മാത്രമല്ല, വളരെ കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. നിരവധി പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ ജീവിത പോരാട്ടങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്. നിലവിലെ നിയമ ചട്ടക്കൂടിലെ വിടവുകൾ പരിശോധിക്കുകയും ഒരു സമർപ്പിത കമ്മീഷൻ എങ്ങനെ ഒരു മാറ്റമുണ്ടാക്കുമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും. ചരിത്രപരമായ അനീതികൾ കാരണം ലിംഗാധിഷ്ഠിത വിവേചനം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ വിവേചനം പരിഹരിക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായി മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വർഷങ്ങളായി പീഡനം, ഗാർഹിക പീഡനം, മറ്റു തരത്തിലുള്ള ദുരുപയോഗം എന്നിവയിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ലിംഗഭേദം സംബന്ധിച്ച നിയമങ്ങളിൽ പലതും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു. നിർഭാഗ്യവശാൽ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തള്ളിക്കളയുകയോ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതേ നിയമപരമായ ശ്രദ്ധ നൽകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. സ്ത്രീധന പീഡന നിയമം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 498A ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും വിവാദപരമായ നിയമങ്ങളിലൊന്ന്. വിവാഹിതരായ സ്ത്രീകളോടുള്ള ക്രൂരത തടയുന്നതിനും സ്ത്രീധനം എന്ന സാമൂഹിക തിന്മയെ ചെറുക്കുന്നതിനുമായി ആദ്യം നടപ്പിലാക്കിയ ഈ നിയമം ഗാർഹിക പീഡനത്തിന് ഇരയായവരെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും കാലക്രമേണ ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഇത് തെറ്റായ ആരോപണങ്ങൾക്കും അനേകം പുരുഷന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കാര്യമായ ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കി. 2014 ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ സെക്ഷൻ 498A ദുരുപയോഗം അംഗീകരിച്ചു. അതിനെ ലീഗൽ ടെററിസം എന്ന് വിളിച്ചു. ഈ പ്രസ്താവന നിസ്സാരമായിട്ടല്ല. നിരപരാധികളായ പുരുഷന്മാരെയും അവരുടെ കുടുംബങ്ങളെയും തെറ്റായ പ്രതികളാക്കി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു അത്. ഈ നിയമപ്രകാരം പരാതി നൽകുമ്പോൾ പോലീസും പലപ്പോഴും ഉടനടി പ്രവർത്തിക്കുന്നു. ഇത് കാര്യമായ അന്വേഷണത്തിൽ ഇല്ലാതെ അറസ്റ്റിലേക്ക് നയിക്കുന്നു. സെക്ഷൻ 498A ജാമ്യമില്ലാ കുറ്റമായതിനാൽ വാറന്റില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഇത് മാനസികം, സാമൂഹികം, സാമ്പത്തികവുമായ വലിയ ദുരിതം ഉണ്ടാക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സ്ഥിരവിവര കണക്കുകൾ ഈ പ്രശ്നത്തിന്റെ ഗൗരവം കൂടുതൽ എടുത്തു കാണിക്കുന്നു. സെക്ഷൻ 498A പ്രകാരം ഫയൽ ചെയ്ത കേസുകളിൽ 74% കുറ്റവിമുക്തരാക്കിയതായി 2018 റിപ്പോർട്ട് NCVRB വെളിപ്പെടുത്തി. നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ കുറ്റാരോപിതരായവരിൽ ഭൂരിഭാഗവും കുറ്റക്കാരിൽ നിന്ന് കണ്ടെത്തി. എന്നിരുന്നാലും അവർ കുറ്റവിമുക്തരാക്കപ്പെടുമ്പോഴേക്കും അവർ വമ്പിച്ച കഷ്ടപ്പാടുകൾ സഹിച്ചു കഴിഞ്ഞിരുന്ന പ്രശസ്തി നഷ്ടം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പല സന്ദർഭങ്ങളിലും വൈകാരിക ആഘാതം ഉണ്ടായിട്ടുണ്ട്. തെറ്റായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കളങ്കം, സമ്മർദ്ദവും കാരണം കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി കരിയർ നഷ്ടപ്പെട്ട് ചില പുരുഷന്മാർ സ്വന്തം പോലും എടുത്തിട്ടുണ്ട്. അതുപോലെ ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് നിയമപരിരക്ഷ നൽകുന്നതിനായി ഗാർഹിക പീഡനത്തിന്
യഥാർത്ഥ ഇരകളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും പല കേസുകളിലും ഇത് ഉപദ്രവിക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഗാർഹിക പീഡനത്തിൻ്റെ ഇരകളായി പുരുഷന്മാരെ ഈ നിയമം അംഗീകരിക്കാത്തതിനാൽ ഒരു പുരുഷൻ ശാരീരികമായോ വൈകാരികമായോ പീഡിക്കപ്പെട്ടാലും അയാൾക്ക് നിയമപരമായ ഒരു രക്ഷയുമില്ല. ഈ ഭയാനകമായ കണക്കുകളും ആശങ്കകളും ഉണ്ടായിരുന്നിട്ടും തെറ്റായ കുറ്റാരോപിതരായ പുരുഷന്മാരെ പിന്തുണയ്ക്കാൻ ഒരു സമർപ്പിത സർക്കാർ സ്ഥാപനമില്ല. സ്ത്രീകൾക്ക് അവരുടെ പരാതികൾ പരിഹരിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്, എന്നാൽ പുരുഷന്മാർക്ക് തുല്യമായ ഒന്നുമില്ല. ഇതൊരു സുപ്രധാന ചോദ്യം ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ദേശീയ കമ്മീഷൻ ഇല്ലാത്തത്? നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാൻ കഴിയുമെങ്കിൽ കള്ളക്കേസിൽ പ്രതികളായവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതല്ലേ? യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കുമ്പോൾ കള്ളക്കേസുകൾ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ നിയമപരിഷ്കാരങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? ലിംഗനിഷ്പക്ഷ നിയമങ്ങളുടെ ആവശ്യകത ആക്ടിവിസ്റ്റുകളുടെയും നിയമവിദഗ്ധരുടെയും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യമാണ്. സ്ത്രീകൾക്ക് മാത്രമേ ഇരകളാകാൻ കഴിയൂവെന്ന നിയമങ്ങൾ അനുമാനിക്കരുതെന്ന് പലരും വാദിക്കുന്നു. മറിച്ച് പുരുഷന്മാർക്ക് ഗാർഹിക പീഡനം, തെറ്റായ ആരോപണങ്ങൾ, നിയമപരമായ പീഡനങ്ങൾ എന്നിവ നേരിടേണ്ടി വരുമെന്ന് തിരിച്ചറിയണം. UK-യും US-ഉം പോലുള്ള രാജ്യങ്ങളിൽ ലിംഗനിഷ്പക്ഷ ഗാർഹിക പീഡന നിയമങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ ഇതുവരെ ആ ദിശയിൽ ഒരു ചുവടുവെപ്പ് നടത്തിയിട്ടില്ല. നീതിന്യായമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ സമുദ്രിതമായ നിയമ സംവിധാനം അത്യാവശ്യമാണ്. ഇരകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമം മറ്റുള്ളവരെ ഇരകളാക്കാൻ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് സ്വന്തം ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്നു. തെറ്റായ ആരോപണങ്ങൾക്ക് പിഴ ചുമത്തുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്യുന്നു. ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം പരിഷ്കാരങ്ങൾ ഇല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. നിരപരാധികളായ വ്യക്തികൾ അന്യായമായി കഷ്ടപ്പെടുന്നത് തുടരും. ഇന്ത്യയിലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സംഭാഷണം ആരംഭിക്കുന്നത് നിർണായകമാണ്. ലിംഗഭേദമില്ലാതെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കുന്ന സമൂഹമാണ് ന്യായവും നീതിയുക്തവുമായ സമൂഹം. പുരുഷന്മാരുടെ അവകാശങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളുമായി മത്സരിക്കുന്നതിലല്ല, മറിച്ച് നീതി എല്ലാവർക്കും ന്യായമായും പക്ഷപാതരഹിതമായും ഉണ്ടെന്ന് ഉറപ്പു നൽകുന്നതിലായിരിക്കണം. ഇന്ത്യ ഈ ആശയങ്ങൾ തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്നതുവരെ തെറ്റായ ആരോപണങ്ങളുടെ പ്രശ്നവും പുരുഷന്മാർക്ക് നിയമപരമായ പിന്തുണയുടെ അഭാവം രാജ്യത്തെ ഒരു പ്രധാന പ്രശ്നമായി തുടരും. ഇന്ത്യയിൽ ആത്മഹത്യ ഒരു നിർണായക പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നു. പുരുഷന്മാർക്കിടയിൽ ആനുപാതികമായി ഉയർന്ന സംഭവങ്ങളാണിത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2021 ഇന്ത്യയിൽ മൊത്തം 1,64,033 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 7.2% വർധനമാണ്. ഇതിൽ ഏകദേശം 1,18,000 പുരുഷന്മാരാണ്. 70% കേസുകളിലും. കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങളാണ് പുരുഷാത്മഹത്യകൾക്ക് കാരണമാകുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2021 കണക്കുകൾ സൂചിപ്പിക്കുന്നത് 33.2% ആത്മഹത്യകൾക്കും കുടുംബ പ്രശ്നങ്ങൾ കാരണമാണെന്നാണ്. അതേസമയം അസുഖം 18.6%. വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളായി വിവാഹം പരിഹരിക്കപ്പെടാതിരിക്കുക, സ്ത്രീധന തർക്കങ്ങൾ എന്നിവയും പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. 2014 2021 ഇടയിൽ ദിവസവേതനക്കാരുടെ ആത്മഹത്യകൾ 170% വർദ്ധിച്ചു. ആത്മഹത്യാ മരണനിരക്കും പുരുഷന്മാരിൽ 1,34.6%. സ്ത്രീകളിൽ ഇത് 13.1%. തെറ്റായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ പുരുഷന്മാർക്കിടയിൽ മാനസിക ക്ലേശം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില നിയമവ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത് പുരുഷന്മാർക്ക് അനാവശ്യമായ ഉപദ്രവത്തിനും മാനസിക ആഘാതത്തിനും കാരണമാകുമെന്ന് പ്രവർത്തകർ വാദിക്കുന്നു. ഇന്ത്യയിലെ പുരുഷാവകാശ പ്രസ്ഥാനം സ്ത്രീധന വിരുദ്ധ നിയമങ്ങൾ, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ലിംഗനിഷ്പക്ഷ നിയമനിർമ്മാണത്തിനായി വാദിക്കുന്നു. പുരുഷന്മാർക്കെതിരായ പക്ഷാപാതം എന്ന് കരുതുന്ന നിയമങ്ങൾ റദ്ദാക്കുന്നു. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി പുരുഷന്മാർക്കായി ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അത്തരമൊരു കമ്മീഷൻ സമഗ്രമായ ഗവേഷണം നടത്താനും പുരുഷന്മാരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി മാനസികാരോഗ്യ നയങ്ങൾക്കായി വാദിക്കാനും തെറ്റായ ആരോപണങ്ങൾ നേരിടുന്നവർക്ക് മാനസികവും നിയമപരവുമായ പിന്തുണ നൽകാനും കഴിയുമെന്ന് വക്താക്കൾ അഭിപ്രായപ്പെടുന്നു. Change.org ഒരു നിവേദനം ഈ നിർദ്ദിഷ്ട കമ്മീഷനുള്ള നിരവധി ലക്ഷ്യങ്ങൾ വിവരിക്കുന്നു. തെറ്റായ ആരോപണങ്ങൾ ബാധിതരായ പുരുഷന്മാർക്കും നഷ്ടപരിഹാരവും പുനരധിവാസവും, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, വിവിധ വ്യവസായങ്ങളിലെ പുരുഷന്മാർക്ക് മാനസികാരോഗ്യ പിന്തുണ എന്നിവ ഉൾപ്പെടുന്നു. സേവ് ഇന്ത്യ ആൻഡ് ഫാമിലി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ പുരുഷന്മാരുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി സജീവമായി വാദിക്കുന്ന സംഘടനകളിൽ ഒന്നാണ്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്കായുള്ള ഇന്റർനാഷണൽ കോൺഫറൻസ് പോലുള്ള ഈവന്റുകൾ സേവ് ഇന്ത്യ ആൻഡ് ഫാമിലി ഫൗണ്ടേഷൻ ആതിഥേയം വഹിച്ചിട്ടുണ്ട്. പുരുഷന്മാർ നേരിടുന്ന വെല്ലുവിളികളും സാധ്യമായ പരിഹാരങ്ങളും ചർച്ച ചെയ്യാൻ പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇന്ത്യയിലെ പുരുഷാത്മഹത്യകളുടെ ഉയർന്ന നിരക്കിനെ അഭിസംബോധന ചെയ്യുന്നതിന് ഒരു ബഹുമുഖ സമീപനം ആവശ്യമാണ്. പുരുഷന്മാരുടെ മാനസിക ക്ലേശത്തിന് കാരണമാകുന്ന സാമൂഹികവും നിയമപരവുമായ ഘടകങ്ങൾ തിരിച്ചറിയുകയും ലഘൂകരിക്കുകയും ചെയ്യുക. ലക്ഷ്യബോധമുള്ള മാനസികാരോഗ്യ ഇടപെടലുകൾ നടപ്പിലാക്കുക. തെറ്റായി ആരോപിക്കപ്പെടുന്നവർക്ക് പിന്തുണാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
ഒരു സമർപ്പിത പുരുഷ കമ്മീഷൻ സ്ഥാപിക്കുന്നത് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരിക്കും. ഇന്ത്യയിൽ മാനസാരോഗ്യത്തിനും നിയമനീതിക്കും കൂടുതൽ സന്തുലിതവും ഉൾക്കൊള്ളുന്നതുമായ സമീപനം വളർത്തിയെടുക്കാം. ഗാർഹിക പീഡനം പലപ്പോഴും സ്ത്രീകളെ പ്രാഥമികമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി കണക്കാക്കപ്പെടുന്നു. സമൂഹവും മാധ്യമങ്ങളും നിയമ ചട്ടക്കൂടുകളും പോലും പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരുടെ പോരാട്ടങ്ങളെ അവഗണിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നതിനിടയിൽ ഇരകളായ സ്ത്രീകളെ ഊന്നിപ്പറയുന്നു. എന്നിരുന്നാലും ശാരീരികമായും വൈകാരികമായും മാനസികമായും ഗാർഹിക പീഡനം പുരുഷന്മാരും അനുഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ കഥകൾ പലപ്പോഴും കേൾക്കപ്പെടാതെ തുടരുന്നു. ഇരകളായ പുരുഷന്മാർക്ക് ചുറ്റുമുള്ള കളങ്കം, നിയമപരമായ പരിരക്ഷയുടെയും സാമൂഹിക പിന്തുണയുടെയും അഭാവവും കൂടിച്ചേർന്ന് ആഴത്തിലുള്ള വേരുറച്ച പ്രശ്നം സൃഷ്ടിക്കുന്നു. അത് അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. 2021 സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ നടത്തിയ ഒരു സർവേയിൽ നിന്നാണ് പുരുഷന്മാർക്കെതിരായ ഗാർഹിക പീഡനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഒന്ന്. ഏകദേശം 51% ഇന്ത്യൻ പുരുഷന്മാരും എന്തെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡനം നേരിടുന്നുണ്ടെന്ന് കണ്ടെത്തി. ശാരീരികമായി ദുരുപയോഗം, വാക്കലപമാനിക്കൽ, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ, ഫിനാൻഷ്യൽ കൺട്രോൾ എന്നിവയും ഇതിലുൾപ്പെടുന്നു. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നത് സ്ത്രീകൾ മാത്രമാണെന്ന് പരമ്പരാഗത വിശ്വാസത്തെയാണ് കണക്കുകൾ വെല്ലുവിളിക്കുന്നത്. എന്നിരുന്നാലും പുരുഷന്മാരുടെ ഗണ്യമായ എണ്ണം ഇരകളാണെങ്കിലും ഇന്ത്യയിലെ നിയമ സംവിധാനം അവർക്ക് സ്ത്രീകൾക്ക് നൽകുന്ന അതേ സംരക്ഷണം നൽകുന്നില്ല. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പുരുഷന്മാർക്കും അവരുടെ സ്വന്തം വീട്ടിൽ ഇരകളാകാം എന്ന വസ്തുത പൂർണ്ണമായും അവഗണിച്ചു. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സഹായം തേടുന്നത് ഒരു ഉയർന്ന പോരാട്ടമാണ്. പുരുഷന്മാർ എല്ലായ്പ്പോഴും ശക്തരും ആധിപത്യവും വൈകാരികമായി പ്രതിരോധ ശേഷിയുമുള്ളവരാകണമെന്ന് സാമൂഹിക പ്രതീക്ഷ അവരെ ദുരുപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. തൻ്റെ ഭാര്യയോ പങ്കാളിയോ ശാരീരികമായി ആക്രമിക്കപ്പെട്ടുവെന്ന് സമ്മതിക്കുന്ന ഒരു പുരുഷൻ പലപ്പോഴും പിന്തുണയ്ക്ക് പകരം പരിഹാസമാണ് നേരിടുന്നത്. നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങൾ എങ്ങനെ ബലഹീനാക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നത് ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് പുരുഷന്മാരെ നിരുത്സാഹപ്പെടുത്തുന്ന ആഴത്തിലുള്ള പക്ഷാപാതത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ കളങ്കം ഇരകളായ പല പുരുഷന്മാരെയും നിശബ്ദമായി സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് പലപ്പോഴും വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകളിലേക്ക് നയിക്കുന്നു. ശാരീരികമായി അക്രമം കൂടാതെ വൈകാരികവും മാനസികവുമായ പീഡനമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പല പുരുഷന്മാരും അവരുടെ ബന്ധങ്ങളിൽ നിരന്തരമായ അപമാനവും കൃത്രിമത്വവും മാനസിക പീഡനവും സഹിക്കുന്നു. തെറ്റായ ആരോപണങ്ങളല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക നിയന്ത്രണത്തിന് വിധേയമാക്കുന്നു. അവിടെ അവരുടെ സമ്പാദ്യം അപഹരിക്കുന്നു, അവരെ ശക്തിയില്ലാത്തവരാക്കി മാറ്റുന്നു. അങ്ങേയറ്റത്തെ കേസുകളിൽ തെറ്റായ സ്ത്രീധനം അല്ലെങ്കിൽ ഗാർഹിക പീഡന കേസുകൾ ഭീഷണിപ്പെടുത്തി പുരുഷന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഇത് അവരുടെ കരിയറിനെയും പ്രശസ്തിയെയും ജീവിതത്തെയും നശിപ്പിക്കും. നിയമ സംവിധാനം പലപ്പോഴും അവർക്കെതിരെ പക്ഷപാതപരമായി പെരുമാറുന്നതിനാൽ തെറ്റായി ആരോപിക്കപ്പെടുമോ എന്ന ഭയം തങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെ നിരുത്സാഹപ്പെടുത്തുന്നു. ഗാർഹിക പീഡന കേസുകളിൽ പുരുഷന്മാർക്ക് നിയമപരിരക്ഷ ലഭിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. സ്ത്രീകൾക്ക് ഒന്നിലധികം നിയമങ്ങളും പിന്തുണ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. ഒരു മനുഷ്യന് ഒരു പരാതി നൽകാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ അവനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ പല കേസുകളിലും പകരം കുറ്റവാളിയാണെന്ന് പ്രതിയാക്കുകയോ ചെയ്യും. നിയമവ്യവസ്ഥയിലെ ഈ അസന്തുലിതാവസ്ഥ ഒരു നിർണായക ചോദ്യം ഉയർത്തുന്നു. ഒരു സ്ത്രീ ഇരയാകുമ്പോൾ മാത്രം ഗാർഹിക പീഡനം കുറ്റകൃത്യമായി അംഗീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഒരു വ്യക്തി നീതി അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ലിംഗഭേദം നിർണ്ണയിക്കേണ്ടത് എന്തുകൊണ്ട്? യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ ഗാർഹിക പീഡനം സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യൻ്റെ പ്രശ്നമാണെന്ന് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ഇരയും ലിംഗഭേദമില്ലാതെ പിന്തുണയും സംരക്ഷണവും അർഹിക്കുന്നു. ഗാർഹിക പീഡനം നേരിടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യാവകാശങ്ങളും പ്രതിവിധികളും നൽകുന്നതിന് നിയമ സംവിധാനം പരിഷ്കരിക്കണം. സമർപ്പിത ഹെൽപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ, ലിംഗഭേദമില്ലാതെ ഗാർഹിക പീഡനം നിയമങ്ങൾ സൃഷ്ടിക്കൽ, തെറ്റായ ആരോപണങ്ങൾ കർശനമായി കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു പുരോഗമന സമൂഹത്തിൽ നീതി ലിംഗഭേദത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഓരോ കേസിൻ്റെയും സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പുരുഷന്മാർക്കെതിരെയുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിശബ്ദത വെടിയാനും ഇരകളാരും കേൾക്കാതെ പോകാതിരിക്കാനും സമയമായി. മാറ്റങ്ങൾ ആരംഭിക്കുന്നത് അവബോധത്തിൽ നിന്നാണ്. വളരെ കാലമായി അവഗണിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവബോധം ആരംഭിക്കുന്നു. പക്ഷപാതകരമായ കുടുംബ നിയമങ്ങളുടെയും കുട്ടികളുടെ സംരക്ഷണ തർക്കങ്ങളുടെയും പ്രശ്നം ദീർഘകാലമായുള്ള ആശങ്കയാണ്, പ്രത്യേകിച്ചും നിയമവ്യവസ്ഥയിൽ നിന്ന് അന്യായമായി പെരുമാറുന്ന പിതാക്കന്മാർക്ക്. പല വിവാഹമോചന കേസുകളിലും സുസ്ഥിരവും സ്നേഹപരവും സാമ്പത്തികവുമായ സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ പിതാവിന് തുല്യമായ പ്രാപ്തിയുള്ളപ്പോൾ പോലും കുട്ടികളുടെ സംരക്ഷണാവകാശം കോടതികൾ അമ്മയ്ക്ക് നൽകാറുണ്ട്.
ഏകദേശം 90% കസ്റ്റഡി പോരാട്ടങ്ങളിലും അമ്മമാർക്ക് പ്രാഥമിക കസ്റ്റഡി നൽകപ്പെടുന്നു. ഇത് പരിമിതമായ സന്ദർശന അവകാശങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവരുടെ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോകുന്നു. ഈ പക്ഷപാതത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് അമ്മമാർ സ്വാഭാവികമായും മികച്ച പരിചരണം നൽകുന്നവരാണെന്ന് പരമ്പരാഗത ധാരണയാണ്. അതേസമയം പിതാവിനെ പ്രാഥമികമായ സാമ്പത്തിക ദാതാക്കളായി കാണുന്നു. കാലഹരണപ്പെട്ട ഈ സങ്കല്പം ആധുനിക സമൂഹത്തിന് പിതാക്കന്മാരുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെ അവഗണിക്കുന്നു. അവിടെ നിരവധി പുരുഷന്മാർ അവരുടെ കുട്ടികളുടെ വളർത്തൽ, വൈകാരിക ക്ഷേമം, ദൈനംദിന ജീവിതങ്ങൾ എന്നിവയിൽ സജീവമായി ഏർപ്പെടുന്നു. പ്രാഥമികമോ സംയുക്തമോ ആയ കസ്റ്റഡി ഏറ്റെടുക്കാൻ കഴിവുള്ളവരും തയ്യാറാണെങ്കിലും കുടുംബ കോടതികളിലെ വേരൂന്നിയ സ്റ്റീരിയോടൈപ്പുകളും വ്യവസ്ഥാപിതരമായ പക്ഷാപാതങ്ങളും കാരണം പല പിതാക്കന്മാരും നിയമ നടപടികളിൽ തങ്ങളെ തന്നെ മാറ്റി നിർത്തുന്നു. കുട്ടികളുടെ സംരക്ഷണത്തിനപ്പുറം വിവാഹമോചന കേസുകളിൽ പുരുഷന്മാർ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി ജീവനാംശത്തിൻ്റെ കുട്ടികളുടെ പിന്തുണയുടെയും ഭാരമാണ്. പല പിതാക്കന്മാരും സാമ്പത്തിക സഹായമായി ഉയർന്ന തുക നൽകേണ്ടതുണ്ട്, പലപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ന്യായമായ പരിഗണന കൂടാതെ. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണെങ്കിലും സിസ്റ്റം ഈ പേയ്മെൻറ്റുകൾ നടപ്പിലാക്കുന്ന രീതി ചിലപ്പോൾ അന്യായമായേക്കാം. ജോലി നഷ്ടപ്പെടുകയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ഈ ബാധ്യതകൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുകയോ ചെയ്താൽ പോലും വലിയ തുക നൽകാൻ പുരുഷന്മാർ നിർബന്ധിതരാകുന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വിപരീതമായി കസ്റ്റഡിയിലുള്ള മാതാപിതാക്കൾ പലപ്പോഴും അമ്മമാർ സന്ദർശനാവകാശം ലംഘിക്കുകയോ കുട്ടിയും പിതാവും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ കുറവാണ്. കുടുംബ നിയമങ്ങളിലെ ഈ അസന്തുലിതാവസ്ഥ കുട്ടികളുടെ സംരക്ഷണത്തിലും സാമ്പത്തിക സഹായ തീരുമാനങ്ങളിലും നീതി ഉറപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യത്തിലേക്ക് നയിച്ചു. ഏറ്റവും ഫലപ്രദമായ പരിഹാരങ്ങളിലൊന്ന് ഒരു പുരുഷ കമ്മീഷൻ സ്ഥാപിക്കുന്നതാണ്. കുടുംബ തർക്കങ്ങളിൽ പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഔദ്യോഗിക ബോഡി. അത്തരത്തിലുള്ള ഒരു കമ്മീഷൻ ജോയിന്റ് പാരന്റിങ്ങിന് മുൻഗണന നൽകുന്ന നിയമപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കും. മറ്റെന്തെങ്കിലും വിധിക്കാൻ സാധുവായ കാരണങ്ങളില്ലെങ്കിൽ കുട്ടികൾക്ക് രണ്ട് മാതാപിതാക്കൾക്കും തുല്യ പ്രവേശനം ഉണ്ടെന്ന് ഉറപ്പാക്കും. രണ്ട് മാതാപിതാക്കളിൽ നിന്നും സജീവമായി ഇടപെടൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുമെന്ന് ഗവേഷണം സ്ഥിരമായി തെളിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുമായി ഉത്തരവാദിത്തങ്ങളും സമയവും പങ്കിടുന്ന ജോയിന്റ് കസ്റ്റഡി ക്രമീകരണങ്ങൾ മെച്ചപ്പെട്ട വൈകാരികവും മാനസികവും സാമൂഹികവുമായ വികസന ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു പുരുഷ കമ്മീഷന് ജീവനാംശത്തിലും ശിശു സംരക്ഷണ നിയമങ്ങളിലും പരിഷ്കാരങ്ങൾക്കായി വാദിക്കാൻ കഴിയും. രണ്ട് മാതാപിതാക്കളെയും സാമ്പത്തിക അവസ്ഥകളുടെ ന്യായമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ബാധ്യതകൾ നിർണ്ണയിക്കുന്നത്. യാന്ത്രികവും പലപ്പോഴും അമിതവുമായ സാമ്പത്തിക പിഴകൾക്ക് പകരം രണ്ട് കക്ഷികളുടെയും വരുമാനശേഷി, ഉത്തരവാദിത്തങ്ങൾ, യഥാർത്ഥ ആവശ്യങ്ങൾ എന്നിവ പരിഗണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. കൂടാതെ സന്ദർശക അവകാശങ്ങൾ കർശനമായി നടപ്പിലാക്കണം. അതിനാൽ കുട്ടികൾക്കൊപ്പം സമയം അനുവദിച്ചിട്ടുള്ള പിതാക്കന്മാർക്ക് ഏകപക്ഷീയമായി പ്രവേശനം നിഷേധിക്കപ്പെടില്ല. ആത്യന്തികമായി കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ലക്ഷ്യം സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അനുകൂലമായിരിക്കരുത്, മറിച്ച് നീതി തുല്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ്. ലിംഗഭേദമില്ലാതെ എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടിയുടെ ജീവിതത്തിൽ പങ്കാളികളാക്കാൻ തുല്യ അവസരം ഉണ്ടായിരിക്കണം. പലപ്പോഴും അച്ഛനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിവിടുന്ന നിലവിലെ സംവിധാനം പുരുഷന്മാരെ ഉപദ്രവിക്കുക മാത്രമല്ല, മാതാപിതാക്കളുടെ സ്നേഹവും മാർഗനിർദ്ദേശവും ലഭിക്കാത്ത കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സന്തുലിതവും നീതിയുക്തവുമായ ഒരു നിയമ സംവിധാനം സൃഷ്ടിക്കുന്നതിന് കുടുംബ നിയമങ്ങളിലെ ഈ പക്ഷാപാതങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിർണായകമാണ്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക, നിയമപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുക, സ്ഥാപനപരമായ പരിഷ്കരണങ്ങൾക്കായി പ്രേരിപ്പിക്കുക. കുട്ടികളുടെ സംരക്ഷണത്തിലും സാമ്പത്തിക സഹായ കേസുകളിലും അമ്മമാർക്ക് ലഭിക്കുന്ന അതേ അവകാശങ്ങളും പരിഗണനകളും അച്ഛനമ്മമാർക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ആവശ്യമായ നടപടികളാണ്. കാലഹരണപ്പെട്ട അനുമാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനു പകരം നിയമ സംവിധാനം യഥാർത്ഥത്തിൽ കുട്ടികളുടെ മികച്ച താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുകയും പിതാക്കന്മാർക്ക് ശബ്ദം നൽകുകയും ചെയ്യുന്ന ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് പുരുഷ കമ്മീഷൻ സ്ഥാപിക്കുന്നത്. ജോലിസ്ഥലത്തെ വിവേചനം എല്ലാ ലിംഗഭേദങ്ങളിലുമുള്ള വ്യക്തികളെ ബാധിക്കുന്ന ഒരു നിർണായക പ്രശ്നമാണ്. എന്നിരുന്നാലും ജോലിസ്ഥലത്തെ സമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സ്ത്രീകൾക്കെതിരായ വിവേചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തുല്യ പ്രധാനമായ ഒരു ആശങ്ക ഉപേക്ഷിക്കുന്നുണ്ട്: പുരുഷന്മാർ നേരിടുന്ന വെല്ലുവിളികൾ. സമീപ വർഷങ്ങളിൽ പല കമ്പനികളും അവരുടെ വൈവിധ്യത്തിൻ്റെയും ഉൾപ്പെടുത്തൽ സംരംഭങ്ങളുടെയും ഭാഗമായി സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമന നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നയങ്ങൾ ചരിത്രപരമായ അസന്തുലിതാവസ്ഥ തിരുത്താനും തൊഴിൽ ശക്തിയിൽ സ്ത്രീ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവ ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു കമ്പനി പുരുഷ ഉദ്യോഗാർത്ഥികളെ പരിഗണനയിൽ നിന്ന് വ്യക്തമായി ഒഴിവാക്കുമ്പോൾ ഉയർന്ന യോഗ്യതയുള്ളതും അർഹതയുള്ളതുമായ വ്യക്തികളെ അവരുടെ കഴിവുകൾ, അനുഭവം അല്ലെങ്കിൽ യോഗ്യതകൾ എന്നിവയേക്കാൾ ഉപരി അവരുടെ ലിംഗഭേദത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള അവസരങ്ങൾ നേരിടുന്നത് തടയാനാകും.
ഇതൊരു സുപ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. യഥാർത്ഥ ലിംഗസമത്വം ഒരു വിഭാഗത്തേക്കാൾ മറ്റൊരു വിഭാഗത്തെ അനുകൂലിക്കുന്നതാണോ അതോ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതാണോ? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തുല്യ സമൂഹത്തിനായി പരിശ്രമിക്കുകയാണെങ്കിൽ നിയമന തീരുമാനങ്ങൾ ലിംഗ കോട്ടകളേക്കാൾ മെറിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. അവർക്ക് പ്രാതിനിധ്യം കുറവുള്ള വ്യവസായങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് പുരുഷന്മാരെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വിലയായി വരരുത്. സന്തുലിതവും ന്യായയുക്തവുമായ നിയമന പ്രക്രിയ സൃഷ്ടിക്കുന്നത് എല്ലാവർക്കും പ്രയോജനവും ചെയ്യുന്നതും ലിംഗാധിഷ്ഠിത മുൻഗണനയേക്കാൾ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിസ്ഥലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം പുരുഷന്മാർക്കെതിരായ ജോലിസ്ഥലത്തെ പീഡനമാണ്. ദ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് 2013 ജോലിസ്ഥലത്തെ പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഇത് അനിവാര്യവും വളരെ ആവശ്യമുള്ളതുമായ നിയമമാണെങ്കിലും ഇരകളായ പുരുഷന്മാർക്ക് വ്യവസ്ഥകളില്ല. ഉപദ്രവം ഒരു ലിംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജോലിസ്ഥലത്ത് അനുചിതമായി പെരുമാറ്റം, ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ ലൈംഗിക ദുഷ്പ്രവൃത്തികൾ എന്നിവയ്ക്ക് പോലും പുരുഷന്മാരും ഇരകളാകാം. നിർഭാഗ്യവശാൽ സാമൂഹിക കളങ്കവും നിയമപരിരക്ഷയുടെ അഭാവവും കാരണം അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പല പുരുഷന്മാർക്കും ശക്തിയില്ല. പുരുഷന്മാരെ ശല്യപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ അവർ കഠിനമാകണമെന്ന ആശയം കാലഹരണപ്പെട്ട ലിംഗ സ്റ്റീരിയോ ടൈപ്പുകളിൽ വേരൂന്നിയതാണ്. ഇത് ഇരകളായ പുരുഷന്മാരെ സംസാരിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, ചില തരത്തിലുള്ള പീഡനങ്ങൾ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ഒരു സംസ്കാരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ലിംഗസമത്വത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ ജോലിസ്ഥലത്തെ പീഡന നിയമങ്ങൾക്ക് കീഴിലുള്ള സംരക്ഷണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാകണം. ഓരോ ജീവനക്കാരനും ലിംഗഭേദമില്ലാതെ അവരുടെ ജോലിസ്ഥലത്ത് സുരക്ഷിതത്വം അനുഭവിക്കണം. നിയമപ്രകാരമായ എല്ലാ വ്യക്തികൾക്കും തുല്യപരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ നയങ്ങളോടും പീഡന നയങ്ങളോടുമുള്ള ലിംഗ നിഷ്പക്ഷ സമീപനം മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള വിവേചനം അസ്വീകാര്യമാണെന്ന് അടിസ്ഥാന തത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഓരോ വ്യക്തിയും അവരുടെ ലിംഗഭേദമല്ല അവരുടെ കഴിവുകളുടെയും സംഭാവനകളുടെയും അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് യഥാർത്ഥ സമത്വം. ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പ്രധാനമാണെങ്കിലും അത് മറ്റുള്ളവരുടെ നീതിയുടെയും വിലയിൽ വരരുത്. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും വിജയിക്കാനും സുരക്ഷിതത്വം അനുഭവിക്കാനും അവസരമുള്ള ജോലിസ്ഥലങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. നീതി തിരഞ്ഞെടുക്കപ്പെടരുത്. ഇന്ത്യയിൽ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യം സ്ത്രീകളുടെ അവകാശങ്ങളെ എതിർക്കലല്ല, മറിച്ച് എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയാണ്. വർഷങ്ങളായി സർക്കാർ സ്ത്രീകളുടെ സമരങ്ങൾക്ക് പിന്തുണ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുരുഷന്മാർ നേരിടുന്ന വെല്ലുവിളികൾ, അത് തെറ്റായ ആരോപണങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ജോലിസ്ഥലത്തെ വിവേചനം അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രതിസന്ധികൾ എന്നിങ്ങനെയുള്ള അംഗീകരിക്കേണ്ട സമയമാണ്. പുരുഷന്മാരും അവരുടെ ആശയങ്ങൾ കേൾക്കുകയും അഭിസംബോധന ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വേദിക്ക് അർഹരാണ്. ലിംഗഭേദമില്ലാതെ ആർക്കും നീതി നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു പുരുഷ കമ്മീഷൻ വളരെ ആവശ്യമായ സ്ഥാപന പിന്തുണ നൽകുന്നുണ്ട്. നിങ്ങളുടെ ശബ്ദം പ്രധാനമാണ്. ടു സ്പ്രെഡ് അവയർനെസ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.